ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ടിരിക്കണമെന്നാണല്ലോ. അതിനുവേണ്ടി ഒരു ദിവസം പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനൊരു റീസൺ മാത്രമല്ല ഉള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് രീതിയിൽ വളർന്നു വരുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ അന്യപുരുഷനെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓരോ മനുഷ്യനും പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ കാര്യങ്ങൾക്കാണല്ലോ. അപ്പോൾ ആ കാര്യം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. സമയത്തിനനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ഒക്കെ മാറ്റം വരും. ഏതൊരു സ്ത്രീക്കും പങ്കാളിയോടൊത്ത് ജീവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അതുപോലെ ഈ മനോഭാവം ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവർ വളർന്നു വരുന്ന ചുറ്റുപാടിൽ എന്തെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഈ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കും. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് വിവാഹമൊക്കെ കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയിലും പോസിറ്റീവായിട്ടുള്ള സൈഡും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള സൈഡും ഉണ്ട്. അപ്പോൾ ഒരു പുരുഷൻ്റെ ഇവർക്കിഷ്ടമില്ലാത്ത ഒരു പാർട്ടുണ്ടല്ലോ, അതൊന്നും ആദ്യ കാലങ്ങളിലോ ആദ്യ ദിവസങ്ങളിലോ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പുരുഷൻ്റെ നെഗറ്റീവ് സൈഡുണ്ടല്ലോ, അതിനെ ഈ പങ്കാളി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അത് വളരെ പ്രധാനമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ ഈ നെഗറ്റീവ് വശങ്ങൾ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഉണ്ട് കേട്ടോ. ഏതൊരു പങ്കാളികളാണെങ്കിലും അവർക്കൊന്നിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സൈഡുണ്ടല്ലോ, അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് ഒരു സ്ത്രീയുടെ ജീവിത സാഹചര്യം അനുസരിച്ചിരിക്കും. അപ്പോൾ പങ്കാളിയിൽ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് വശങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അന്യപുരുഷനെ തേടണമെന്നില്ല. അതിന് പ്രധാന കാരണം അവരുടെ ചിന്താരീതി, ജീവിതശൈലി ഒക്കെയാണ്. ലൈംഗികതയും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സ്ത്രീ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. കാരണം ഓരോരുത്തരുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണിൻ്റെ പ്രവർത്തനം വ്യത്യസ്തമാണ്, സാഹചര്യം വ്യത്യസ്തമാണ്, എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു വൈവിധ്യമുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് പങ്കാളിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഒരാൺ സുഹൃത്തുണ്ടെങ്കിലേ അവർക്കൊരു സംതൃപ്തിയുള്ളൂ. അവരുടെ സന്തോഷമെന്ന് പറയുന്ന അതാണ്. കുറച്ചൊക്കെ അതിന് ഹാബിറ്റുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. ചിലർക്ക് ഇത് ചെയ്യുന്നതിനകത്തൊരു പ്രത്യേക ഇഷ്ടമുള്ളവരുണ്ട്. അതിനകത്തൊരു സന്തോഷവും ആനന്ദവും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നല്ലൊരു റോസാപ്പൂ ഉണ്ട്. അത് വാടിപ്പോകുന്നതിന് മുമ്പേ ആരെങ്കിലും കാണിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും മറ്റൊരാൾ കണ്ട് ഇഷ്ടപ്പെടണം, പ്രശംസിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ. നല്ല ആരോഗ്യവും സൗന്ദര്യബോധമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർ ശരീരത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അങ്ങനെ വരുമ്പോൾ ശരീരം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ മനസ്സും ആഗ്രഹിക്കും. ഈ മനസ്സാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാഹചര്യം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങളുടെയൊക്കെ പിന്നിൽ സാഹചര്യവും ഒരു പ്രധാന ഘടകമാണ്. ഇനി ചിലരുണ്ട് സാഹചര്യമില്ലെങ്കിലും അത് സൃഷ്ടിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ വികാര വിചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവരത് നേടാറുമുണ്ട്. അതുപോലെ ഈ ആഗ്രഹമെന്ന് പറയുന്നത് പല രീതിയുണ്ട് കേട്ടോ. ചിലർക്ക് ഒരു രസത്തിന് വേണ്ടിയായിരിക്കും, ചിലർക്ക് അങ്ങനല്ല, പ്രണയിക്കാനായിരിക്കും. ചിലർക്ക് ഒരു സൗഹൃദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും. ചിലർക്കാണെങ്കിൽ ഇത് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഒരു കാരണമല്ല, പല പല കാരണങ്ങളാണ്. ഇപ്പം മനസ്സ് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പങ്കാളിയിൽ നിന്നത് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ കിട്ടുന്നിടത്ത് മനസ്സ് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ ഊർജ്ജത്തെ അവർ ഡൈവേർട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും ഊർജ്ജമാക്കി മാറ്റും. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ അന്യപുരുഷനെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ പുരുഷനിൽ അവർ കണ്ടെത്തിയ ക്വാളിറ്റി എന്താണ്? എന്തോ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഈ ആളിൽ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റിയും അവരുടെ ജീവിതത്തിനോടുള്ള ആറ്റിറ്റ്യൂഡും സന്തോഷവും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരിലും നെഗറ്റീവും പോസിറ്റീവായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ചിലരിൽ നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.